ഇന്ത്യക്ക് റഷ്യ നൽകുന്ന അസംസ്കൃത എണ്ണയ്ക്ക് ബാരലിന് $3 മുതൽ $4 വരെ കുറച്ച് നൽകാമെന്ന് ഇപ്പോൾ പുതിയ ഓഫർ വെച്ചിരിക്കുകയാണ്. അതായത് ഷാങ്ഹായ് ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം പുട്ടിനും മോദിയും തമ്മിൽ ഒരു കാറിലിരുന്ന് 40 മിനിറ്റോളം ചർച്ച നടത്തി. എന്തിന് ചർച്ച നടത്തി എന്നതിൻ്റെയൊക്കെ ഒരു ഉത്തരവെന്ന് പറയാം. അടുത്ത കാര്യം കേൾക്കുന്നത് Su-57 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടുള്ള പഠനം നടത്താൻ റഷ്യ തുടങ്ങി എന്നുള്ള വലിയ നീക്കങ്ങളല്ലേ നടക്കുന്നത്. അത് ഈ റഷ്യൻ ഓയിൽ ബ്രാഹ്മണന്മാരാണ് കാശുണ്ടാക്കുന്നത്. റഷ്യൻ ഓയിലിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. ഈ റഷ്യൻ ഓയിൽ വാങ്ങരുത് എന്നൊരു നിയമമോ ചട്ടമോ നിർദ്ദേശമോ എങ്ങുമില്ല. റഷ്യയോട് പറഞ്ഞു, നിങ്ങൾ ഓയിൽ വിൽക്കുകയാണെങ്കിൽ $60 പെർ ബാരൽ, ഞാൻ കൃത്യം കണക്കല്ല, $60 താഴെ വിൽക്കാവുള്ളൂ. അത് ഈ സാങ്ഷൻസിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ സിനിജിക്ക് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ സിനിജിയുടെ കട കംപ്ലീറ്റ് ഷട്ടർ ഇട്ട് വീട്ടിൽ പോകണമെന്നല്ല. കട നടത്തിക്കോ, പക്ഷേ അരി കിലോ $10 വിൽക്കാവുള്ളൂ. സിനിജി അത് സമ്മതിക്കുന്നു, നിസ്സഹായനാണ്. എന്ത് $10 $10 കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. എണ്ണ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കുഴിച്ചെടുക്കാനുള്ള വില, അതിൻ്റെയൊക്കെ ഫിക്സഡ് ചിലവ് കഴിഞ്ഞാൽ പിന്നെ എണ്ണ ഫ്രീ ആയിട്ടാണ് ഭൂമിക്കടിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം 60 എങ്കിൽ 60 ശരി. ഈ $60 നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമേരിക്കയ്ക്ക് ദേഷ്യം വന്നിട്ട് 60 എന്നുള്ളത് 45 കുറച്ചു. റഷ്യ പറഞ്ഞു ശരി 45 നമ്മൾ 45 വാങ്ങിച്ചു. ഇതാണ് അമേരിക്ക നിങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞൊരു ചട്ടം ഇല്ലല്ലോ. വാങ്ങുകയാണെങ്കിൽ 45 വാങ്ങാവുള്ളൂ, ഇതാണ് ചട്ടം. ബട്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ അത് പറ്റില്ല. ചട്ടമൊക്കെ നിങ്ങൾ വാങ്ങരുത്. അപ്പോൾ റഷ്യ എന്ത് ചെയ്തു? റഷ്യ 45 എന്നൊക്കെ പറയുമെങ്കിലും 30 32 നമുക്ക് തരുന്നത്. അത് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്നു റഷ്യ. അതനുസരിച്ച് റഷ്യയിൽ നിന്ന് നമ്മളുടെ എണ്ണ എടുക്കുന്നത് കുറയുകയും ചെയ്തു. നമ്മൾ നേരത്തെ മുതൽ ക്ലിയറായിട്ട് പറഞ്ഞു, വിലയാണ് ഞങ്ങളുടെ ഘടകം. വില എവിടെ കുറയുന്നോ അവിടെ നിന്ന് ഞങ്ങൾ മേടിക്കും. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഇടയ്ക്ക് റഷ്യ ഇത് കൂട്ടി കൊണ്ടുവന്ന് നമുക്ക് പ്രത്യേകിച്ച് മാർജിനൊന്നും കിട്ടാത്ത രീതിയിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ അൾജീരിയയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തു. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ റഷ്യ തരുന്നത്. അൾജീരിയയിലൊന്നും പോകേണ്ട ചേട്ടാ, പിണങ്ങണ്ട, ഞാൻ തന്നെ വില കുറച്ച് തരാം. ശരി, നമ്മൾ എണ്ണ വാങ്ങാനായിട്ട് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ. ഇപ്പം നാളെ റഷ്യ പറയുകയാണ് ഞാൻ എണ്ണ തരുന്നില്ല എന്ന്, ഞാൻ വേണ്ട പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് നിന്ന് മേടിക്കും. നമ്മൾ ഇക്കാര്യത്തിൽ ആരെയും വിശ്വസിച്ചിട്ടില്ല. അതാണ് ഇന്ത്യയുടെ പോളിസി. ട്രസ്റ്റ് ബട്ട് വെരിഫൈ. ട്രസ്റ്റൊക്കെ ഉണ്ട്, നമ്മൾ ചതിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ വെരിഫൈ ചെയ്യും, ഇവൻ വിശ്വസ്തനാണോ, ഇവൻ പുറകിൽ നിന്ന് പാരവയ്ക്കുന്നുണ്ടോ എന്ന് നോക്കും. അത് ഏത് രാജ്യമാണെങ്കിലും, റഷ്യ ആണെങ്കിലും അതെ, ചൈനയാണെങ്കിലും അതെ. അപ്പോൾ റഷ്യയുമായിട്ട് നമുക്ക് ഹിസ്റ്റോറിക് ബന്ധമുണ്ട്. ഹിസ്റ്റോറിക് ബന്ധം എന്ന് പറയുന്ന ബന്ധം രാജ്യങ്ങൾ തമ്മിലില്ല. അതൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നതാണ്. ബന്ധത്തിന് ഹിസ്റ്ററി ഒന്നും നോക്കിയിട്ടല്ല. ഇപ്പം കച്ചവടത്തിൽ ആർക്ക് ലാഭം കിട്ടും, അതാണ് നോക്കുന്നത്. അല്ലാതെ പണ്ട് നമ്മൾ തമ്മിൽ വലിയ അടുപ്പക്കാരായിരുന്നു, അതുകൊണ്ട് നഷ്ടം സഹിച്ചു, അങ്ങനെ നഷ്ടമൊന്നും ആരും സഹിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ചാണക്യൻ പറഞ്ഞ പോലെയാണ്. ഈ ഇതുണ്ടല്ലോ, സ്ഥിര ശത്രു, അസ്ഥിര ശത്രു, സാന്ദർഭിക ശത്രു. 3 തരം ശത്രുക്കളാണ് ചാണക്യൻ പറയുന്നത്. സ്ഥിരമായിട്ട് ശത്രുതയുള്ളവൻ പാകിസ്ഥാൻ, നമ്മളുമായിട്ട് അടുക്കാനേ പോകുന്നില്ല, എന്തൊക്കെ തലകുത്തി മറിഞ്ഞാൽ. അസ്ഥിര ശത്രു ഇപ്പോൾ ഈ മ്യാൻമർ, ബംഗ്ലാദേശ് ഇതുപോലെയുള്ളവരൊക്കെ അസ്ഥിര ശത്രു, ഇടയ്ക്കിടയ്ക്ക് ശത്രുക്കളാകുക. സാന്ദർഭിക ശത്രുക്കളാണ് മാലദ്വീപ്സ്, ശ്രീലങ്ക. അവർ ചില സന്ദർഭങ്ങളിൽ അവർ നമുക്കെതിരാണ്. അല്ലാത്തപ്പോൾ 365 ദിവസത്തിൽ 300 ദിവസവും നമ്മളെ അനുകൂലിക്കുക, 65 ദിവസം അവൻ ഉടക്കും. ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയുണ്ട്. ഇത് നോക്കിയിട്ടാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ നയതന്ത്രം. അല്ലാതെ എത്ര കാലം മുമ്പ് മുതൽ
കച്ചവടം ഉണ്ടായിരുന്നു, എത്രയെങ്കിലും ആയിക്കോട്ടെ. 10,000 വർഷമായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് നഷ്ടത്തിൽ കച്ചവടം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയും ചെയ്യില്ല. പിന്നെ ദാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പം അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം വന്നു, ഉടനെ നമ്മൾ എയർലിഫ്റ്റ് ചെയ്തു. കാരണം എന്തെങ്കിലും കയ്യിൽ കാശ് 10 കാശുള്ള ഒരു രാജ്യം തൊട്ടടുത്ത് കിടക്കുന്നത് നമ്മളാണ്. പിന്നെ അവർക്കുള്ളത് ഇറാനാണ്. ഇറാന് അവിടെ നിന്നൊന്നും കൊടുക്കാനൊന്നുമില്ല. നമുക്ക് ഇവിടെ അരി പലവ്യഞ്ജനം അത് ഇതൊക്കെ റെഡിയായിരിക്കുന്ന ഒരു രാജ്യം ഭാരതം മാത്രമേ ഉള്ളൂ, കൊടുക്കാൻ മനസ്സുള്ളവർ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ നമ്മൾ കൊടുത്തു. അവരിപ്പോൾ ഭൂകമ്പം കൊണ്ട് വിഷമിച്ച് ഒറ്റ ദിവസം കൊണ്ട് 1000 പേരൊക്കെ മരിച്ചുപോയി. അവരുടെ എന്ത് വാങ്ങിക്കോട്ടെ, ഈ എന്താ താലിബാനും കീലിബാനും വല്ല കഞ്ഞി കുടിക്കണമല്ലോ മനുഷ്യന്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തു. ഇങ്ങനെ നമ്മൾ സഹായം ചെയ്യുന്നുള്ളതല്ലാതെ നഷ്ടക്കച്ചവടത്തിന് നമ്മളെ കിട്ടില്ല. കച്ചവടമായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ SCO ഉച്ചകൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അടയാളം എന്നുള്ള നിലയ്ക്ക് ഒരു $2 കൂടെ പെർ ബാരൽ കുറച്ച് കൊടുക്കുക ഇന്ത്യക്ക് എന്ന് പറഞ്ഞു കാണാം. അതിൽ കയറി നമ്മളങ്ങ് സംപ്രീതരായിട്ട് റഷ്യയുടെ വാലായിട്ട് മാറുകയുമില്ല. SU 57 അല്ല, ഇനി SU 5700 തന്നാൽ പോലും നമ്മൾ അവരുടെ വാലായിട്ടൊന്നും മാറാൻ പോകുന്നില്ല. അതിപ്പോൾ ഏകദേശം ലോകരാജ്യങ്ങൾക്കെല്ലാം മാറി. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു സാധനം 4 പിടിയുണ്ടെന്ന് നമുക്ക് തന്ന രാജ്യം, അവരോട് എക്കാലവും നന്ദിയുള്ളവരായിരിക്കും. അങ്ങനെയൊന്നുമില്ല. പിന്നെ ആപത്തിൽ സഹായിച്ചവനെ നമ്മൾ തിരിച്ച് സഹായിക്കും. പക്ഷേ ഇന്ന് വരെ ആപത്തിൽ നമ്മളെ ആരും സഹായിച്ച ചരിത്രമില്ല. എല്ലാവരും നോക്കിക്കൊണ്ട് നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ സൈനികമായിട്ട് നമ്മളെ സഹായിച്ചു എന്നല്ലേ പറയുന്നത്? എവിടെ സഹായിച്ചു? ചെറിയ ജസ്റ്റേഴ്സ്. ഇപ്പോൾ 62 ചൈന നമ്മളെ ആക്രമിച്ചു. റഷ്യ എന്താ ചെയ്തത്? റഷ്യ പറഞ്ഞു, ചൈന ഞങ്ങളുടെ സഹോദരനാണ്, ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണ്. സഹോദരനും സുഹൃത്തും തമ്മിൽ വഴക്കടിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 പേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. റഷ്യ ഒന്നും ചെയ്തില്ല. 62 ചൈന തോന്നിയാസം കയറി അവർ വിഷമിച്ച് ഏകപക്ഷീയമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അല്ലാതെ ആരെങ്കിലും ഇടപെട്ട് പിടിച്ചിട്ടോ അല്ല. ആകെ അമേരിക്ക അന്ന് ചെയ്തൊരു സഹായം എന്ന് പറയുന്നത്, അമേരിക്കയുടെ ഒരു കരിബു എന്ന വിമാനം, അതൊരു 12 എണ്ണം കൽക്കട്ട എയർപോർട്ടിൽ വന്നിറങ്ങി. അത് ചൈനയ്ക്കൊരു സിഗ്നലായിരുന്നു, ഇനിയും കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടുന്നത്. 71 ഈ 7ാം കപ്പൽപ്പട വന്നു കഴിഞ്ഞപ്പോൾ അതിന് കൗണ്ടറായിട്ട് സോവിയറ്റ് യൂണിയൻ അവരുടെ ഒരു കപ്പലിറക്കിയിരുന്നു. അത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, അമേരിക്ക ഇടപെട്ടു എന്നാൽ പിന്നെ ഞാൻ എന്നുള്ള രീതിയിലല്ല. അത് ഇന്ത്യയോടുള്ള സ്നേഹമല്ല, അത് അമേരിക്കയോടുള്ള വിരോധമാണ്. അതല്ലാതെ ആരെ എപ്പോഴാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്? ഓപ്പറേഷൻ സിന്ദൂറിൽ ആര് നമ്മളെ സഹായിച്ചു? സ്റ്റഡി ഫ്ലോ ഓഫ് ആംസ് നേരത്തെ മുതലുണ്ടായിരുന്നു, അത് നമുക്ക് തന്നുകൊണ്ടിരുന്നു റഷ്യയാണെങ്കിലും ഒക്കെ. പിന്നെയും നമ്മളെ സഹായിച്ചത് ഇസ്രായേലാണെന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ നമുക്ക് വേണ്ട ആയുധങ്ങൾ ക്രിട്ടിക്കൽ സമയത്ത് എത്തിച്ചത് ഇസ്രായേലാണ്. ആ ഇസ്രായേലിനോട് നമുക്ക് നന്ദിയുമില്ല. ഇപ്പോൾ മോദി വന്നതിന് ശേഷം നമ്മളുടെ ലൈനൊന്നും മാറിയിട്ടുണ്ട്. ബട്ട് ഫുള്ളി അങ്ങനെ ഇസ്രായേലിൻ്റെ ചേരിയിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ഈ SCO മീറ്റിങ്ങിൻ്റെ ഇതിൽ ജോയിൻറ്റ് ഡിക്ലറേഷനിൽ വന്നില്ലേ, ഗസയിലെ ആക്രമണം നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെ ഇസ്രായേൽ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്ത് SCO പ്രമേയം, ശരി നടക്കട്ടെ, അവർക്കതൊന്നും വിഷയമൊന്നുമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റഷ്യ SU 57 തരുന്നു, കൊള്ളാം, നല്ല കാര്യം. ഫ്രാൻസ് തരുന്നുണ്ട്, അവരുടെ സഫ്രാൻ എൻജിനും വെച്ചിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാം, ഫാക്ടറി തുടങ്ങാം എന്നൊക്കെ ഫ്രാൻസ് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മോസിൻ്റെ ഫാക്ടറി UP തുടങ്ങുന്നുണ്ട്, തുടങ്ങിക്കഴിഞ്ഞു, കല്ലൊക്കെ ഇട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളുടെ കൊളാബറേഷൻ, നമ്മളുടെ കോപ്പറേഷൻ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ബട്ട് ഒരുത്തനെയും നമ്മൾ 100% വിശ്വസിച്ച് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ റഷ്യയുടെ എണ്ണ മേടിക്കും പറയുന്നത് അത് അംബാനിക്ക് വേണ്ടിയിട്ടാണ്, അംബാനി അല്ലെങ്കിൽ അദാനിയെ പോലെയുള്ളവരെയാണ് സഹായിക്കുന്ന മോദി എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ കക്ഷികൾ പറയുകയാണ്. അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ മേടിച്ച് അവരെ വളർത്തുകയാണോ? അല്ല, അംബാനിക്ക് റിഫൈനറി ഉണ്ട്, രാഹുൽ ഗാന്ധിക്ക് റിഫൈനറി ഇല്ല. രാഹുൽ ഗാന്ധി ഒരു റിഫൈനറി തുടങ്ങട്ടെ എന്ന് റഷ്യൻ എണ്ണം മേടിക്കട്ടെ, ആര് വേണ്ട എന്ന് പറയുന്നു. അംബാനി മാത്രമല്ല, എനിക്കും സിനുജിക്കും റിഫൈനറി തുടങ്ങാം. കയ്യിൽ കാശുണ്ടെങ്കിൽ റിഫൈനറി തുടങ്ങിയിട്ട് റഷ്യൻ എണ്ണം മേടിച്ചിട്ട് അമേരിക്കയിലോ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി വിറ്റോ, ആര് വേണ്ടെന്ന് പറയുന്നു. ഇയാൾക്കിത് എന്തിൻ്റെ കേടാണ്? ആരെങ്കിലും 10 കാശുണ്ടാക്കി
ബിസിനസ് ചെയ്യുന്നത് അങ്ങേർക്ക് കണ്ണിൽ പിടിക്കുന്നില്ല. അംബാനി മാത്രമല്ല, നയാറ അംബാനിയുടെയാണ് ഏറ്റവും വലിയ റിഫൈനറി. നയാര റഷ്യൻ പാർട്ടിസിപ്പേഷനുള്ള, റഷ്യൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള റിഫൈനറിയാണ് നയാര. അങ്ങനെ എത്രയോ റിഫൈനറി. അതുകൂടാതെ ONGCയുടെ, പിന്നെ IOCLൻ്റെ, BPCLൻ്റെ, ഇവർക്കെല്ലാം റിഫൈനറി ഉണ്ട്. കൊച്ചിൻ റിഫൈനറി ഇല്ലേ? പിന്നെ ഇപ്പോൾ പിന്നെ അവർ കണ്ടെത്തുകയും കോൺഗ്രസ്സുകാരെ സിന്ദാബാദ് വിളിക്കുകയും ചെയ്തു. ഈ റിഫൈനറിൻ്റെ ഉടമസ്ഥന്മാർ ബ്രാഹ്മണരാണ്. കൊച്ചിൻ റിഫൈനറിയുടെ അന്വേഷിച്ച് നോക്കണം, അല്ല കീഴേടൻ രാമൻ നമ്പൂതിരിയാണോ അതിൻ്റെ ഉടമസ്ഥൻ? എന്താ കഷ്ടം, മഹാകഷ്ടം. എന്തായാലും ഈ SCO ഉച്ചകോടി ഉണ്ടായതുകൊണ്ട് ഇന്ത്യക്ക് കുറച്ച് ഗുണം ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? റഷ്യ തീർച്ചയായിട്ടും. പിന്നെ നമുക്കൊന്ന് നമ്മുടെ മസിൽ പഠിപ്പിക്കാൻ ഉള്ള ഒരു വലിയ അവസരമായിരുന്നു. മാത്രമല്ല, ഈ അമേരിക്കൻ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ 4 ശക്തികളിൽ 3 ശക്തികൾ ഇന്ന് ചൈനയിൽ കണ്ടുമുട്ടുന്നു. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു വൻ ശക്തിയാണ്, അറ്റ്ലീസ്റ്റ് 4ാമത്തതാണല്ലോ. അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ. ആ ഓർഡറിൽ എടുത്താൽ പോലും 4ാമത്തെ സ്ഥാനത്ത് നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ലോകത്തെ വൻകിട 4 രാജ്യങ്ങളിൽ 3 ഇന്ന് ചൈനയിൽ കണ്ടുമുട്ടുന്നു. അതാണ്, ആ അർത്ഥത്തിലാണ് പല ഹെഡ്ലൈനും അമേരിക്കയിൽ വന്നത്. അപ്പോൾ അത് നമുക്ക് വലിയൊരു ബൂസ്റ്റാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.